പേരെങ്ങനെയാ? പേര് ഏലിയാമ്മ. ഈ ബിജുവിന്റെ വീടിന്റെ അടുത്താണ് താമസിക്കുന്നത്. അതാ വീട്ടുപേരെങ്ങനെ? എവിടെ? ചേലാക്കുടി. ചേലാക്കുടി. ഞാൻ എൻ്റെ മോന് ഓർഡർ വന്നിട്ട് കുറച്ച് ആയോളൂ, 5-10 മാസം ആയോളൂ. ഞങ്ങളവിടെ വന്ന് മേടിച്ച്, ഞങ്ങൾ ബ്രോക്കറുകാരനാണ് ഞങ്ങളത് മേടിക്കാൻ കാരണം. നല്ലൊരു സൗകര്യമുള്ളടത്ത് ഞങ്ങൾ പോകുന്ന, പണിക്ക് ഒരു സൗകര്യം ഓർത്ത് പോകുന്നതാണ് പിള്ളേർക്ക് പഠിക്കാനും. പിന്നെ എൻ്റെ മോന് വീടില്ലാതെ കിടപ്പണമില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ താമസിച്ചാലേ മോൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു വീട് മാത്രമേ ഉള്ളൂ. എൻ്റെ മോന് സുഖമില്ലാത്തതാണ്. എൻ്റെ മോൻ എന്ത് ചെയ്യും? ഒരു വീടില്ല, തല ചായ്ക്കാൻ ഒരു 2 മുറി മാത്രം മതി. എൻ്റെ കൊച്ചിന് എന്തെങ്കിലും ഒരു വീട് കിട്ടാൻ ദൈവമേ. ഞാൻ ഒരു സാധനം കഴിച്ചിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. കാണുന്ന മനുഷ്യർക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഒന്നും വേണ്ട. എൻ്റെ കൊച്ചിന് ഒരു 2 മുറി, ഒരു തല ചായ്ക്കാൻ ഒരു വീട് മാത്രം മതി. മോനെന്താ പറ്റിയേ? മോന് ഒന്നും പറ്റിയില്ല. സുഖമില്ലെന്ന് പറഞ്ഞു. സുഖമില്ലാന്ന് മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. അതിന് ഗുളിക കഴിച്ചു. മോന് ഒരു 40-48 വയസ്സ് പ്രായമുണ്ട്. അമ്മയും മോനോടെയാണ് താമസിക്കുന്നത്. അമ്മ ഞാൻ 2 പിള്ളേരാണ്. അവൻ ഒരു കൊച്ച് അവിടെ ഇല്ലായിരുന്നു, ഞാനും അവിടെ ഇല്ലായിരുന്നു. ആ സമയത്താണ് ഞാൻ മരുന്ന് മേടിക്കാൻ പോയി. എനിക്ക് നട്ടലിനെ അകലിച്ച ചങ്കില് വേദന. സംഭവം നടക്കുമ്പോൾ അമ്മ എവിടെയായിരുന്നോ? അമ്മ ഞാൻ അവിടെ ഇളയ മോൻ്റെ അടുത്തേക്ക് മരുന്ന് മേടിച്ചു വെച്ച് വന്നുണ്ടായിരുന്നു. താഴെ പോയി മരുന്ന്. ബിജുവിന്റെ വീടിന്റെ അടുത്തായിരുന്നു താമസം? അതെ അതെ, താമസിച്ചാണോ? വീട് ഉണ്ടോ ഇപ്പൊ? അറിയാവോ? വീട് പോയി മോനെ, വീട് പോയി. അതിന്റെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്? അതെ 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 അതെ. നെടുങ്കണ്ടത്ത് പോയാൽ ഞാൻ മരുന്ന് മേടിക്കണം. എനിക്ക് ചങ്കില് വേദനയാണ്, നട്ടലിന് സുഖമില്ല. എൻ്റെ കൊച്ചിനൊരു വീട്, എൻ്റെ ദൈവമേ, അത് മാത്രം മതി. വേറെ ഒന്നും വേണ്ട. തല ചായ്ക്കാൻ 2 മുറി മാത്രം മതി. എനിക്കത് കിട്ടിയാൽ മതി. എന്നാണെങ്കിലും അമ്മ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവും കേട്ടോ. ഉണ്ടാക്കി തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഉന്നത അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കും. എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം. എൻ്റെ മോൻ ആ വഴിക്കേക്കടെ ഇറങ്ങി വന്ന് എൻ്റെ മോനെ കെട്ടൂലായിരുന്നു. അത് കുറെ 2 വീടിന്റെ ഇപ്പുറത്ത് ചെന്ന് ഇവിടെ താമസിച്ച് ഇങ്ങോട്ട് മാറിയായിരുന്നു. മാറി കഴിഞ്ഞിട്ട് മോൻ അവിടെ ചെന്നത് 9 മണിയായപ്പോ. അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് ഒരു ഒച്ച കേട്ടു, തിരിച്ചു ഓടി. അല്ലെങ്കിൽ ആ മോൻ വരയ്ക്കാത്ത കയറി ഞാൻ വഴിക്കേക്കടെ പോരുള്ളൂ. ആ കൊച്ചുമണ്ണിന്റെ അടിയെ പോയാനെ. അത്രയും നമുക്കൊരു ഭാഗ്യം ദൈവം തന്നു. അത് കാരണം എന്തെങ്കിലും ഒരു പരിഹാരം എനിക്ക് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും കേട്ടോ. നല്ലൊരു വീടും സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ ഇനിയും വരും കേട്ടോ. ആധാരമൊക്കെ ചെയ്ത് കിട്ടിയായിരുന്നോ? ജമാറെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് അവരുടെ ഇതിലായിരിക്കും, ഞങ്ങളുടെയിലാക്കി കിട്ടിയിട്ടില്ല. അതാണ് ഈ കോളനി. അവരോട് സർക്കാർ മേടിച്ചിട്ട് അവിടെ 42 വീട് പണിത് കൊടുത്തേക്കുന്നതാണ്. അതല്ലേ കോളനി. ഈ 2 ഏക്കറിന് 2 ഏക്കർ 42, 4 സെന്റ് വെച്ച് 4 സെന്റ് ഒന്നും ഇല്ല. അതിനകത്ത് നഴ്സറി കമ്മ്യൂണിറ്റികളൊക്കെ പോകും. അപ്പൊ അത്രയും ഉണ്ടാവില്ല. ആരുടെ അമ്മ സ്ഥലം മേടിച്ചേ? അതിനകത്താണ്. ഞാൻ അറിയണെങ്ങനെയാണ്. അപ്പൊ 42 വീട് അവിടെ ഉണ്ടാക്കി. ഈ ഹൈവേക്കാരുടെ ഈ പണി ഇതേതുപോലെ ആകാശം മുട്ടം ഈ മണ്ണെടുത്തിട്ടേ ആണിപ്പോ ഇത് സംഭവിച്ചത്. അതിലൊരുപാട് ഇതുണ്ട്. അതിന് ബന്ധപ്പെട്ട അധികാരികൾ അത് ചോദിക്കുകയോ തടയുകയോ ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് ഈ പ്രശ്നം കേട്ടോ. അങ്ങനെയാണ് ആ മണ്ണും ആ ഒരു മല തന്നെ താഴത്തേക്ക് പോകുന്നത്. 5 കുടുംബം അതിന്റെ അടിയിൽ. എൻ്റെ പേര് ഷാവുലമി. ഇനി ഇതുപോലെ അപകടം ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഇനിയുണ്ട്. അവിടെ മണ്ണിങ്ങനെ കുതിർന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും കുറേശ്ശെ വിട്ടുകൊണ്ടിരിക്കുക. കംപ്ലീറ്റ് വരെ അവിടെ നിന്ന് മാറ്റണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അവിടെ നിന്ന് മാറാൻ തയ്യാറായിട്ടിരിക്കുക. കാരണം അല്ലെങ്കിൽ ഇവിടെ മാത്രം എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ തന്നെയാണോ? ആ കോളനി മൊത്തം പ്രശ്നത്തിലാണ്. തന്നെയല്ല, ഇനിയിപ്പോൾ അതിന് എന്തോ മണ്ണ് പരിശോധനക്കാരൊക്കെ വന്ന് നോക്കിയാലേ അതിന്റെ യഥാർത്ഥം അറിയാൻ പറ്റും. മണ്ണിന്റെ പരിശോധന മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഈ കെട്ടിയാക്കുന്ന ഈ കോൺക്രീറ്റ് ചെയ്താക്കുന്ന എല്ലാം ബലം കുറഞ്ഞ രീതിയിലാണ്. അതല്ല ഇങ്ങനെ പോന്നിരിക്കുന്നത്. അപ്പൊ അത് മൊത്തം അത് പെശകാണ് ചെയ്തിരിക്കുന്നത് മുഴുവൻ കേട്ടാ. താഴെ തന്നെ കോൺക്രീറ്റ് വന്നെങ്കിൽ അവരൊന്ന് ഫിൽറ്റർ അടിക്കാതെ അത് പണിത് കെട്ടിക്കറി തട്ടിപ്പ് പാറയുടെ മുകളിൽ പണിത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. തട്ടിപ്പ് പണിയാണ്. ഇതിന് ചോദിക്കാനും പറയാൻ ഞങ്ങളവിടെ വന്നായിരുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആ ഏരിയ പറയാനില്ല. അതിന് ബന്ധപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഒരു പറഞ്ഞു കാരണോട്ടോ ഞങ്ങൾ ഇത്ര എടുത്ത് പറയുന്നത്. ഒരു മരണവും ഒരു അപകടം ഉണ്ടാകുമ്പോൾ കുറെ MLA MP അവരും ഇവരൊക്കെ ഇനി വരും എന്നല്ലാണ്ട് ഇത് പണിയുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. എഞ്ചിനീയർമാർ അവരൊക്കെ ഉള്ള ഹൈവേക്ക് ഉണ്ടല്ലോ. ഇവരൊന്നും ഇത് വേണ്ട തരത്തിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇന്ന് ഈ കുടുംബങ്ങളൊക്കെ ഈ കഷ്ടത്തിലായത്. ഇതാണ് വാസ്തവം. എത്ര വീട്ടുകാരുണ്ട് ഇവിടെ? അവിടെ 42 വീട്ടുകാരാണ്. ഈ 42 വീട്ടുകാർ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 21 വീട്ടുകാർ ഈ 42 വീട്ടുകാർ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം സേഫ് അല്ലേ? അത് ശരിയാവില്ല. അതിനാർക്കും താല്പര്യമില്ല. ഇനി ആർക്കും താല്പര്യമില്ല. അതൊരു ശവക്കോട്ട പോലെ 5 വീട് അതിന്റെ അടിയിൽ കിടക്കുക. ഒരു സാധനം കിട്ടിയിട്ടില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ വീടിന്റെ അകത്ത്? ഇനി അതൊന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആരൊക്കെയാ ഉള്ളതെന്നും അറിയാൻ പറ്റില്ല അതിന് കേട്ടാ. പിന്നെ ഇപ്പം മാന്തലിനും ഒന്നുമില്ലല്ലോ. ഒരാളെ കിട്ടി,
അയാൾ മരിക്കുകയും ചെയ്തു. പിന്നെ അയാളുടെ ഭാര്യ ആലുവ ആശുപത്രിയിൽ കിടക്കണം. ഇതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി ആരെങ്കിലും അതിൻ്റെ തൊണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ആരൊക്കെ ആ സമയത്ത് ഏതെല്ലാം വീടുകളിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് കൃത്യമായിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഇല്ല. പക്ഷെ ആരും കാണാനില്ല എന്നുള്ള ഒരു പരാതി ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടില്ല എന്ന് നമുക്കങ്ങോട്ട് വിചാരിക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ ഏത് ഞങ്ങൾ തൊടുപുഴ ഡിക്റ്റ് ന്യൂസ് കേരള ഹാർഡ് ഫാർമറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അതിനകത്ത് ഒരുപാട് വസ്തുതകൾ അറിയാനുണ്ട്. ആരും പേടിച്ചിട്ട് പറയില്ല. അതാണ് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ആളുണ്ടോ? വീടും ചോദിക്കുമോ? ഇല്ല ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞേക്കുള്ളൂ. ഞങ്ങൾ 42 വീട്ടുകാരുണ്ടല്ലോ. അതിൻ്റെ ആളെ കണ്ടില്ല, എൻ്റെ ആളെ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ സത്യവിരുദ്ധമായിട്ടും നിങ്ങളോട് പറയില്ല. കാരണം നാളെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതാണ്. പ്രിയരെ, ഞാനും സിജിയും അടിമാലി ഗവൺമെൻറ് സ്കൂളിലാണ്. ഈ സംഭവത്തോടനുബന്ധിച്ച് ഈ ചേട്ടന് അവിടുന്ന് വീട് വിട്ടുമാറി ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണ് താമസിക്കുന്നത്. ചേട്ടൻ നമ്മളോട് ചേരുന്നുണ്ട്. നമുക്ക് ചേട്ടനോട് പേരെന്ന് പറയാം കേട്ടോ. എൻ്റെ പേര് ബിബിൻ. എന്താ സംഭവിച്ചത്? ഞങ്ങൾ സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ 2-3 ദിവസം മുമ്പ് മണ്ണിടിച്ചായിരുന്നു. 3 ദിവസം മുമ്പ് ഈ മണ്ണിടിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിതിനകത്ത് പിന്നെ റോഡ് പണിക്കാരെ മണ്ണ് മാറ്റുകയും ഒക്കെ ചെയ്തു. പിന്നെയാണ് ഇന്നലെ അതിന് മിനിഞ്ഞാന്ന് കളക്ടർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞു ഞങ്ങളോട്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വലിയ മഴയത്ത് പെയ്യുകയാണെങ്കിൽ മാറണമെന്ന് പറഞ്ഞു. മഴ പെയ്തില്ല, ഞങ്ങളവിടെ കടന്നു. അതുപോലെ ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്ന് അപ്പോൾ താഴത്തേക്ക് വിള്ളൽ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന്, മേളിൽ വിള്ളൽ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് വന്ന് പറഞ്ഞു. ഞങ്ങൾ ഫോണിൽ വന്ന് പറഞ്ഞു. ഇത് അന്നേരം ഞങ്ങൾ വലിയ കണക്കെടുത്തില്ല. ഞങ്ങളവിടെ ചെന്ന് മൊത്തം കണ്ടു ബോധിച്ചു. മെമ്പറും കൂടി ഞങ്ങൾ എല്ലാവരും കൂടി കയറി ചെന്ന് കണ്ടു ബോധിച്ചു. ഇപ്പം വലിയൊരു വിള്ളലാണ് ഇതാ. ഫോട്ടോ കണ്ടായിരുന്നു. വിള്ളൽ റാ പോലെ വിള്ളലാണ്. അത് അവിടെ നിന്ന് പോരുമെന്ന് തന്നെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടു ബോധിച്ചല്ലോ. അവിടെ ഞങ്ങൾ താമസക്കാർ ഞങ്ങൾ കണ്ടു ബോധിച്ചല്ലോ. ഞങ്ങൾ അപ്പം തന്നെ മാറി അവിടെ നിന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ അടി പോകണ്ടേ ഇതിനകത്ത്. എന്നിട്ട് ആറ് വീട് തന്നെ മണ്ണിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. വീഴ്ചയുടെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. വീഴ്ചേട്ടൻ ഇവിടെ ഉണ്ട്. വീഴ്ചേട്ടൻ തറവാട്ടിലേക്ക് മാറിയതാണ്. അപ്പോൾ തറവാട്ടിലേക്ക് വീഴ്ചേട്ടൻ മാറിയതാണ്. ഇവിടെ നിന്നാണോ വീഴ്ചേട്ടൻ? അല്ല വീഴ്ചേട്ടൻ തറവാട്ടിൽ തറവാട് തൊട്ട് പുറകെ അങ്ങോട്ട് മാറിയതാണ്. അപ്പം പിന്നെ കഞ്ഞി കുടിക്കാനോ എന്തോ എടുക്കുക കഞ്ഞി കുടിക്കാനോ അങ്ങനെയായിട്ടാണ്. ഇല്ല ഇങ്ങോട്ട് വരേണ്ട താമസം എൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം അവർക്ക് പുറകെ തറവാടുള്ളതുകൊണ്ട്. തറവാട് ഈ റോഡിന്റെ അടിയിലല്ലേ? അല്ല തറവാട് അതിന് തൊട്ട് ബാക്കിലാണ്. റോഡിന്റെ അപ്പുറയാണ്. റോഡിന്റെ അപ്പുറം ഈ ഇവർക്കുടെ വീടിന്റെ പുറകെ ഇടിഞ്ഞ ഇതിന്റെ ഒക്കെ പുറകെ റോഡിന്റെ അപ്പുറം അല്ലേ? അവിടെ നിന്ന് ഒരു പുള്ളി എന്തോ കഞ്ഞി കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടത്. ഭക്ഷണ സാധനങ്ങളൊന്നും എടുത്തോണ്ടല്ല അവിടെ വീട് വിട്ട് ഇറങ്ങിയത്. അല്ല ഇന്നലെ ഇറങ്ങിയത്. പക്ഷെ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോകില്ല. കാരണം മഴയില്ലല്ലോ. മഴ വന്ന ഇടിയുന്നുള്ളതല്ലായിരുന്നു. ഇടിയില്ലെന്ന് കരുതി ഞങ്ങൾ. പിന്നെ ഇത് കണ്ടാൽ ഞങ്ങൾ മാറി. പുള്ളി ഒന്ന് കഞ്ഞി കുടിച്ചിട്ട് പോരാനുള്ള മട്ടിന് ഇന്ന് സാധനങ്ങൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇറക്കിയപ്പോൾ വണ്ടി കയറ്റിയതാണ്. അങ്ങനെ സംഭവിച്ചത്. എത്ര വീട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്? ഇവിടെ ഇപ്പം നിലവിൽ ഞങ്ങൾ 42 വീട്ടുകാരാണ് ഞങ്ങൾ കോളനിയിൽ. ആ 42 വീട്ടുകാർ എല്ലാവരും കൂടി ഇവിടെ വരാനാണ് പറഞ്ഞേക്കണം. വന്നിട്ടുണ്ടാവും. എല്ലാവരും വന്നിട്ടുണ്ടല്ലേ? കാരണം തിട്ടി ഇടിയാൻ കാരണം വേറെ ഒന്നുമല്ല. തിട്ടി ഇടിയാൻ കാരണം ഞങ്ങൾ ഇത് വിള്ളൽ മൊത്തം കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ പറഞ്ഞ അവിടെ റോഡ് പണിക്കാർ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് ഈ വിള്ളൽ ചെന്നില്ല. ഇപ്പുറം വഴി ഇടിഞ്ഞില്ലേ, അതിൽ കൂടെ വഴി വെട്ടി മേളിലേക്ക് കയറുന്ന സമയത്ത് ഇത് വന്നു, ഷെയ്ക്ക് വന്നു. JCB അത്രയും കയറുമ്പോൾ നമുക്ക് ഷെയ്ക്ക് വരുമല്ലോ, വിള്ളൽ വരുമല്ലോ. ആ വിള്ളൽ അങ്ങനെ പോകുന്നതാ. അങ്ങനെ വന്നതാ. നല്ല ഷെയ്ക്ക് ഉണ്ടായിരുന്നോ? ആ ഷെയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു കിറ്റാച്ചി കയറി നമ്മൾ മണ്ണിലേക്ക് കയറുമ്പോൾ ഷെയ്ക്ക് ഉണ്ടല്ലോ. അതിന്റെ മേളിൽ അത്ര വലിയ സാധാരണ കിറ്റാച്ചി അല്ലല്ലോ, വലിപ്പമുള്ള കിറ്റാച്ചി അല്ലേ? ഒരു 4-5 ആൾ പൊക്കത്തിൽ കൂടുതലുള്ള കിറ്റാച്ചി അല്ലേ അത്? അത് ആദ്യം മുമ്പ് പണത്. ഇന്നലെ തന്നെ പണതുകൊണ്ടിരുന്നു, മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരുന്നു. വണ്ടി അന്നേരം ഉണ്ടായിരുന്നല്ലേ? അന്നേരം ഉണ്ടായിരുന്നു. അത്ര ഹൈറ്റുള്ള സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന കിറ്റാച്ചി അല്ലോ? അല്ല. പിന്നെ നമ്മുടെ മല കിറ്റാച്ചില്ല, അത് വഴി വെട്ടാൻ വേണ്ടി കയറിയതാണ്. കയറി അവിടെ നിന്ന് പോകുന്നതാണ്. അല്ലെങ്കിൽ മഴ പെയ്താലേ പോകുള്ളൂ. ഈ വഴി എങ്ങോട്ട് വെട്ടാനായിട്ട്? അത് വിള്ളലുള്ള മണ്ണെടുക്കാൻ
വിള്ളലുള്ള സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കാം. മണ്ണെടുത്ത് താഴത്തേക്ക് ഇറക്കാൻ. ആ വിള്ളലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മണ്ടയിലായിരുന്നു. അപ്പോൾ ഈ പണിതുകൊണ്ടിരുന്നത് രാത്രിയിൽ വർക്കുണ്ടായിരുന്നോ? ഇന്നലെ രാത്രി വർക്കില്ലായിരുന്നു. ഇന്നലെ രാത്രി വർക്ക് ഇന്നലെ സംഭവിച്ചല്ലോ, 10 സംഭവിച്ചു. ഈ വൈബ്രേഷൻ എപ്പോഴാണ് വന്നേ? വൈബ്രേഷൻ തലേദിവസമൊക്കെ നല്ല പണിയായിരുന്നു. അതിന് മണ്ണിടിക്കുമ്പോൾ നല്ല മണ്ണിടിച്ചാൽ മൊത്തം പണിങ്ങി നടന്നു. ഈ കിറ്റാച്ചിയുടെ വൈബ്രേഷൻ വിള്ളലിന് കാരണം. ഇത് ഇവർക്ക് അനാവസ്ഥ തന്നെയാണ്, റോഡ് പണിക്കാർക്ക് അനാവസ്ഥ തന്നെയാണ് തോന്നാൻ കാരണം. അത് കാരണം ഇത് തന്നെ ഒരു നമ്മൾ ശാസ്ത്രീയ റോഡ് നിർമ്മാണം തന്നെ പറയാം. അത് തന്നെ. അല്ലാണ്ട് നമ്മൾ മണ്ണെടുത്ത ഒരു ചതുപ്പ് സ്ഥലം, അത് അത്രയും ഹൈറ്റ് കുന്ന് എടുക്കാൻ ഒരു ഇത് ആവശ്യമില്ല. റോഡ് വട്ടം അരിഞ്ഞേക്കുന്നല്ലേ? എപ്പോൾ വേണേലും ഇനിയും ഈ സൈഡ് വാള് പണിത് വെച്ചാക്കുന്നതിലും അല്ല, ആ വാളൊക്കെ പോകുന്നു. അതൊന്നും ശാശ്വതമായ വാളം ഇതല്ല, അത് ചുമ്മാ വച്ചേക്കണേ. പേരിന് നമ്മളൊരു സൈഡ് വാൾ വച്ചേക്കണേ. അല്ലെങ്കിൽ അത്രയും മണ്ണ് വന്നപ്പോൾ സൈഡ് വാളും കൂടി പറഞ്ഞു പോകുന്നുണ്ട്, അവിടെ തള്ളി പോകുന്നുണ്ട്. പിന്നെ ഇന്നലെ മഴ പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു കുരുത്തം പിന്നെ മഴ പെയ്യാണ്ടിരുന്ന് വലിയൊരു കുരുത്തം. മഴ പെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റും ഇങ്ങ് പോരുകയും ചെയ്യും. നമ്മുടെ ലേബർ റോഡ് വരെയും നമ്മുടെ ഈ റോഡില്ലേ, മെയിൻ റോഡ് ഒരു മണ്ണും ചെളിയും കൂടി നഗരും. ആ കോളിന് ഇല്ലാണ്ടായി. ഇനി അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ട്. മഴയില്ലാത്തപ്പോൾ തന്നെ ഇത്ര സംഭവിച്ചെങ്കിൽ ഈ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ. ഇനി വിള്ളൽ അവിടെ കിടക്കുക, കുറച്ച് വിള്ളലേ പോന്നിട്ടുള്ളൂ. വിള്ളലവിടെ കിടക്കുക. മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇനി അപകടം ഉണ്ടാവും. ബിബിൻ. ഓക്കെ, താങ്ക് യു. അത്യാവസ്ഥ ആരും പറയുന്നില്ല. അതിനാണെന്നുണ്ടെങ്കിൽ ഇനി അവിടെ മണ്ണിടിയും. കാരണം പറഞ്ഞാൽ ഒരു മഴ പെയ്താൽ ആ മണ്ണ് വരും. ഇതിന് മുമ്പ് അവിടെ പാലവളങ്ങ് മണ്ണിടിഞ്ഞ് ഞങ്ങൾക്ക് അനുഭവമുള്ളതായിരുന്നു. ആ മണ്ണിടിഞ്ഞ് വീണപ്പോൾ തൊട്ട് അവിടെ ഉള്ള എല്ലാം അങ്ങനെ വലിയ മഴയത്ത് ഇടിഞ്ഞിരിക്കുന്നതാണ്. അത്രയും ഭാഗം അവിടെ തൊട്ട് അങ്ങ് മേള് വരെ ഇടിഞ്ഞിരിക്കുക. കുറച്ച് ഒരേ തട്ട്. ഇതിൻ്റെ അടിയിൽ പാറയാണ്. ഈ സൈഡിലത്തെ മണ്ണ് മൊത്തം അവർ മതിയായ JCB കൈ വെച്ച് മാന്തി എടുത്തപ്പോഴത്തേക്കും ഈ അടിവശത്ത് ഉറവയുണ്ട്, അത് അകത്തുനിന്ന് തള്ളി പോന്നു. ഈ നാട്ടിലില്ലാത്ത അത്രയും ഹൈറ്റുള്ള JCB ഉണ്ടെന്നല്ലേ അവര്? അല്ല, എന്നുവെച്ചാൽ 2-3 ആൾ പൊക്കത്തിലുള്ള ആ സാധനം വെച്ചിട്ട് ഇങ്ങനെ മാന്തിക്കൊണ്ടിരുന്നത്. അതും കൊണ്ട് മാന്തുമ്പം ഒരു കിലോമീറ്റർ മേളിലേക്ക് അവർ മാന്തി എടുക്കുമ്പോൾ ഈ അടിവശം ഇങ്ങനെ തുറന്നെടുക്കുമ്പോൾ ഇനി പാറയായിട്ട് ഈ ഒരു സൈസ് വെള്ളമല്ല, അത് വെള്ളമാണ്. അതിൻ്റെ അകത്ത് മൊത്തം വെള്ളമാണ്, നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ്. അതിങ്ങനെ അവിടെ തങ്ങി നിൽക്കുന്നില്ല. പിന്നെ അടി മോന്തി കഴിയുമ്പോൾ അത് പക്ഷെ മേളിൽ അന്നേരം മണ്ണാണ്. ഈ പാർക്കാന്ന് ആ മണ്ണ് മൊത്തം അടിച്ചിങ്ങ് പോരും. അങ്ങനെയാണ് അവിടെ ഇരിഞ്ഞേക്കണേ. ഇനി ഇവിടുന്ന് അവിടെ വരെ ആ മണ്ണിടിയും. അവിടെ എത്ര വീട്ടുണ്ട്. ഇന്നലെ മഴ പെയ്യാത്ത കാരണം കൊണ്ടാണ് ഈ ജനങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഉള്ളത്. ഇന്നലെ മഴ പെയ്താണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ കിട്ടില്ല. ഒരു മനുഷ്യനെ അറിയുമോ? ഞങ്ങൾ അപ്പം തന്നെ അറിഞ്ഞു. എൻ്റെ വീട് ഇവിടെ തൊട്ട് തന്നെയാ. അറിഞ്ഞപ്പം തന്നെ വരികയും ചെയ്തു. വന്ന് കണ്ടിട്ട് മാറ്റി പാർപ്പിച്ചത് വൈകുന്നേരം തന്നെ മാറ്റി പാർപ്പിച്ച് വെച്ചിരുന്നു നേരത്തെ. പക്ഷെ എന്നാലും മാറ്റി പാർപ്പിച്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ല മഴയില്ല എന്നുള്ളത്. മഴയില്ലല്ലോ. ഉണ്ട്, 100% പറയുന്നുണ്ട്. കാരണം ഇവിടെ കിടക്കുന്ന ജനങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല ഇവർക്ക്. ആ നന്ദി റോഡ് പണി എന്തോരം സ്ഥലത്ത് ഇത്രയും മണ്ണിടിഞ്ഞ് ആടുന്നേ. എത്ര സ്ഥലത്ത് ആടി. ഇപ്പോൾ ഒരാളെ പോയുള്ളൂ. അവിടെ ഇന്നലെ മഴ പെയ്തെങ്കിൽ എത്ര കുടുംബം ആരെങ്കിലും അറിയണ്ടേ? 10 മണിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് വന്നിട്ട് ഒന്ന് കിടന്ന് തലയയച്ച് നല്ല ഉറക്കം പിടിക്കുന്ന സമയത്താണ് ഈ മണ്ണിടിഞ്ഞത്. ആരെങ്കിലും എന്നാലും ഓർക്കും ഇതിങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് മാറ്റി പാർപ്പിക്കുക, എന്തായാലും മാറ്റി പാർപ്പിക്കുക തന്നെയല്ല, അതിനൊരു തീരുമാനം എടുക്കുകയും വേണം. ഈ സർക്കാർ എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റൂ. കാരണം ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുങ്ങൾ, വലിയ ആൾക്കാർ, ഇനി പഠിക്കാണ്ട് പിള്ളേർക്ക് പഠിക്കാണ്ട് ഉടുതുണി പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒരു പാത്രമില്ല, ബുക്കില്ല, ഉടുതുണിയില്ല, ഒരു സാധനം ഇല്ലാത്ത മക്കളുണ്ട് ഇവിടെ. അവർക്കൊക്കെ ഇത് മുന്നോട്ട് ജീവിക്കുകയും പഠിക്കുകയും വേണ്ടേ? അവരൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ അതിന് സർക്കാർ തന്നെ ഇതിനകത്തൊരു തീരുമാനം എടുക്കണം. കാരണം ആ മണ്ണ് വലിച്ചിട്ടതാണ്. അതൊന്നുമല്ല, വാക്കാലുള്ള തീരുമാനം പോരാ. ഇതിനകത്ത് ഇപ്പം ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ നടത്തണം. അതല്ലെങ്കിൽ അതിന്റെ മുൻകരുതലായിട്ട് അന്വേഷണം വെക്കേണ്ടി വരും. അത് വെക്കേണ്ടി വരും. കാരണം എന്താ, പല സ്ഥലത്തും ഈ മണ്ണിടിഞ്ഞപ്പോൾ ഇതിന് മുമ്പ് പല സ്ഥലത്തും ഇവർ കെട്ട് പൊളിഞ്ഞപ്പോൾ ഇവർ അന്വേഷണം വെച്ചില്ല. അവിടെ കൊണ്ടുവന്ന് കുറേ ഇലയിട്ട് മണ്ണിട്ട് മൂടി വെച്ചു. പല സ്ഥലത്തും ഇവർ കെട്ടുകൾ എത്ര സ്ഥലത്ത് 2-ാം മൈലോട്ട് ഈ പള്ളിവാസിൽ വരെ എത്ര കെട്ട് ഈ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഈ കെട്ടൊന്നും അവർ നോക്കിയിട്ടില്ല. ആ കെട്ടെല്ലാം അങ്ങനെ തന്നെ കിടക്കുവാണ്. അതിൻ്റെ അകത്തേക്ക് കുറച്ച്
മണ്ണ് കൊണ്ടിട്ട് അവർ മൂടി വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ കെട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. താഴെ ആൾക്കാരില്ലേ, ജനങ്ങളില്ലേ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ കെട്ടിനൊക്കെ ഞാൻ ഇവർ ഈ കെട്ടുന്ന കെട്ട് ശരിക്കും ഉറപ്പുള്ള കെട്ടൊന്നുമല്ല. അത് ഇവർ 20 വർഷം എന്ന് പറഞ്ഞു. 20 വർഷം പോയിട്ട് 5 വർഷം നിൽക്കുമെന്ന് ഈ കെട്ട് കണ്ടാൽ മനസ്സിലാവും. ആണെന്ന് വെച്ചാൽ കമ്പി കെട്ടുമ്പോൾ അറിയാം. ഒരു കോൺക്രീറ്റ് പണി ചെയ്യുന്ന ഏതൊരു മനുഷ്യനും കണ്ടാൽ അറിയാം അവരാ കമ്പി കെട്ടുന്നതാണ്. ഇവർ നേരെ കുത്തിച്ചാരിയാണ് കമ്പി വയ്ക്കുന്നത്. അതിന് വട്ടം ഒരു കമ്പി ഇടുന്നില്ല. അതും കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ ഇട്ടാലാണ് ഈ ഇതിനകത്ത് യോജിപ്പ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കുറച്ചട ഒരു 10 അടി അങ്ങനെ നമുക്ക് കളഞ്ഞു കെട്ടി കഴിയുമ്പം അത് മറിഞ്ഞു പോകണത് എന്നാണെന്നറിയോ, ഇതിനൊരു യോജിപ്പില്ലാത്തത് കൊണ്ടാണ്. ആ രണ്ടാമത് പല സ്ഥലത്തും അങ്ങനെ ഇടിഞ്ഞ് താഴെ പോയിട്ടുണ്ട്. ഇപ്പം ഇത് അതുപോലെ തന്നെ ഇപ്പം ആ റോഡ് ഒരു വീടെന്നല്ല എത്ര വീട് ഇവിടെ പോയി, എത്ര ആൾക്കാർ ജീവിതം പോയി. ഇവിടെ 180 ആൾക്കാർ വീട്ടുപോകുന്നുണ്ട്. 100%. കാരണം പറഞ്ഞാൽ ഇനി ഇവിടെ താമസിക്കുന്ന ആൾക്കാർ എന്ത് വിശ്വസിച്ച് ജീവിക്കും? കാരണം ആ മേളിലുള്ളത് എപ്പോൾ വേണമെങ്കിലും വരാം. തീർച്ചയായിട്ടും ഇതിൻ്റെ അടിയിൽ നിന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ മണലും ആ തിട്ട് ഇനി ഒന്നും കൂടെ ഇങ്ങ് പോകുന്ന വലിയ മഴയും കൂടെ ആണെങ്കിൽ ഇവിടെ ഉള്ള ഒരാളെയും കിട്ടില്ല, അങ്ങ് വരെ. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ബിജുവിന്റെ മരണത്തിൽ കലാശിച്ചതെന്നാണ് ഈ പ്രദേശവാസികളെല്ലാം ഒന്നടങ്കം പറയുന്നത്. ഡിഗ്രി ന്യൂസ് കേരള. ഉണ്ടെങ്കിൽ 1200 കോടി രൂപയും റോഡിന് തന്നെ ചിലവാക്കണം. പകുതി ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ കൂടെ എല്ലാം ഉണ്ടോണ്ടേ. ഇവിടെ പാവപ്പെട്ട ഒരു വീട് പണിയാൻ 4 ലക്ഷം രൂപ, 4 കാലുള്ള വെയിറ്റിംഗ് ഷെഡ് പണിയാൻ 16 കോടി രൂപ. അങ്ങനെയാണോ കൊടുക്കണേ? ഒരു മരണം നടക്കുമ്പോൾ ഓടി വന്നിട്ട് സഹായം ഹസ്തം എന്ന് പറഞ്ഞുകൊണ്ട് 5-10 ലക്ഷം രൂപ കൊടുത്തോണ്ടായില്ല. ഇങ്ങനെയുള്ള അപകടങ്ങൾ നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ശ്രമിക്കേണ്ടതെന്നാണ് ഡിഗ്രി ന്യൂസ് കേരളയ്ക്ക് വേണ്ടി സിജിയും സിജോയും.